ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് കറിയാണ്. മുട്ട ഉടച്ച് ഒഴിച്ചുണ്ടാക്കുന്ന ഒരു കറി. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 തുണ്ട് പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പു ഞാൻ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബിരിയാണി ഇല ഒന്ന് ഞാൻ കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും മൂത്ത് വന്നതും അതിലേക്ക് 2 വലിയ സബോള ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിന് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് നല്ലോണം ഒന്ന് വഴണ്ടി വരണം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അളവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊരു 2 മിനിറ്റ് അളവ് നല്ലോണം ഒന്ന് തക്കാളി ഒന്ന് വഴണ്ടി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ 2 ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാല 1 ടീസ്പൂൺ അളവ് ചേർത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ അളവ് പെരിഞ്ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റി വന്ന ശേഷം നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം തിളച്ച് വന്നതും മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു 1/4 ടീസ്പൂൺ അളവ് പെപ്പർ ഞാൻ കുറച്ചൊന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മുട്ട നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് വേറെ സൈഡും വേവിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കണം മുട്ടയെ. പിന്നെ വീണ്ടും മൂടി വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് എഗ്ഗെല്ലാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ആയാലും ദോശ ആയാലും ഇഡ്ഡലി ആയാലും എല്ലാ ഒരു ഇതിനും ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വണ്ടായ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.